നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വന്നിട്ട് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. നമുക്കിപ്പം റീസെൻ്റ്ലി നമുക്ക് സിലബസിലോട്ട് നമുക്ക് ആഡ് ആയിട്ടുള്ള റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ അക്കൗണ്ടിങ് എന്നും പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് അക്കൗണ്ടിങ് വിങ്സ് ഉണ്ട്. പുതുതായിട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വിങ്സ്: ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. അതുപോലെ തന്നെ വരുന്ന ഒരെണ്ണമാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അധികം ആർക്കും അങ്ങനെ കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാതെ അധികം അങ്ങോട്ട് ആപ്ലിക്കബിൾ ആയിട്ട് ഫോറൻസിക് അക്കൗണ്ടിങ് പിന്നെയും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അധികം ആർക്കും അങ്ങോട്ട് അതിൻ്റെ കാര്യങ്ങളും വാല്യുവേഷൻ മെത്തേഡ്സ് ഒന്നും അറിഞ്ഞുകൂടാതെയൊക്കെ ഇരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ അധികം ആരും കേട്ടിട്ടില്ലാത്തതുമായിരിക്കും ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ ഫോറൻസിക് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നത് എന്തൊക്കെയോ നിയമങ്ങളും നിയമപരമായിട്ട് നമുക്ക് തെളിയിക്കുന്ന, നമ്മൾ ഫോറൻസിക്കിൻ്റെ ആൾക്കാർ വന്ന് തെളിവെടുപ്പ് നടത്തിയെന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ, അതുപോലെയുള്ളൊരു കാര്യമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ നിയമപരമായിട്ട് ഉള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അക്കൗണ്ടിങ് പ്രോസസ്സിനെ ഒരു ലോയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു കോർട്ടിൻ്റെ മുന്നിലൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രോഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ കാര്യങ്ങളും ഫോറൻസിക് അക്കൗണ്ടൻ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോറൻസിക് അക്കൗണ്ടിങ്. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കോമ്പിനേഷൻ ഓഫ് 2 വേർഡ്സ് ആണല്ലേ. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 2 വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ്. ഫോറൻസിക് എന്നും അക്കൗണ്ടിങ്ങും എന്നുള്ള 2 ടേംസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ 2 ടേം? ഇപ്പോൾ ഫോറൻസിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലോട്ട് വരുന്നത് നിയമമായിട്ട് എന്തോ തെളിയിക്കാനൊക്കെ പോകണം, ഫോറൻസിക്കുകാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും അതൊക്കെയാണ്. അത് തന്നെയാണ് ഫോറൻസിക് എന്ന് പറയുന്നത്. നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളത് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു, ഹെയർ എടുത്തിട്ട് പോകുന്നു, അങ്ങനെയുള്ള ഫോറൻസിക്കിൻ്റെ ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അക്കൗണ്ടിങ്ങിലും ഉണ്ട് ഫോറൻസിക്. അതും അത് കണക്ക് തന്നെയാണ്. ഇതേപോലെ കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രോസസ്സ്. ഓക്കെ, അതിനെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറൻസിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്യൂട്ടബിൾ ഫോർ യൂസ് ഇൻ എ കോർട്ട് ഓഫ് ലോ. കോടതിയുടെ മുമ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യം, അതായത് കറക്റ്റുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെയാണ് ഫോറൻസിക് എന്ന് പറയുന്നത്. അതായത് നിയമത്തിൻ്റെ, കോടതിയുടെ ഒക്കെ മുന്നിൽ, നിയമത്തിന് മുന്നിൽ സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോറൻസിക് എന്ന് പറയുന്നത്. പിന്നെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു എ ബിസിനസ്. ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് തന്നെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് അത് സ്യൂട്ടബിളി നമുക്ക് ഒരു ലോയുടെ മുന്നിൽ, ഒരു കോർട്ട് ഓഫ് ലോയുടെ മുന്നിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അക്കൗണ്ടിങ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവണം എന്നില്ല. ഇപ്പം നമ്മൾ കോടതിയിൽ എന്തെങ്കിലും ബിസിനസ്സുകാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കേസ് നടക്കുകയാണ്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ തിരിമറികളൊക്കെ നടത്തിയെന്നൊക്കെ ഇരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോറൻസിക് അക്കൗണ്ടൻറ്റിനെ നിയമിക്കുക. അയാൾ പല ഇൻവോയ്സുകളും പല എവിഡൻസും ഡോക്യുമെൻസും ഒക്കെ വെച്ച് പല കാൽക്കുലേഷൻസൊക്കെ നടത്തി തിരിച്ചും മറിച്ചും ഇതിനകത്ത് ഫ്രോഡ് നടത്തിയിട്ടുണ്ട്, ഇതിനകത്ത് മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോറൻസിക് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. അയാൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ്. അതായത് അയാൾ ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷനാണ് നടത്തുന്നത്. നേരത്തെ ഉള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ്, ഒരു ഓഡിറ്റിംഗ് പോലുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷനാണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ നടത്തുന്നത്. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, നമുക്കത് നിയമത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ, യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പം അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഫോറൻസിക് അക്കൗണ്ടിങ് is a specialized field of accounting that combines accounting expertise with investigative skills to analyze financial information for use in legal proceedings. അല്ലേ? എന്താ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഫീൽഡ് തന്നെയാണ്. അവിടെ പക്ഷെ എന്താ നടക്കുന്നത്? രണ്ട് സ്കില്ല് തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. എന്താ? അക്കൗണ്ടിങ് സ്കില്ലും അവിടെ വേണം, ഇൻവെസ്റ്റിഗേറ്റീവ് സ്കില്ലും അവിടെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ലീഗൽ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എന്തെങ്കിലും ഫ്രോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഫോറൻസിക് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് പോയത് കൊടുക്കുന്നത്. അയാൾ ഇതെല്ലാം നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് എന്ത് വേണം? ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്കില്ല് വേണം, എല്ലാം ചോദ്യം ചെയ്യാനുള്ളൊരു സ്കില്ല് വേണം. ഇതെങ്ങനെ ഇതിവിടെ വന്നു, ഇതിനെന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തൊക്കെ ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ മിസ്റെപ്രസെൻറ്റേഷൻ നടന്നേക്കുന്നത്, അങ്ങനെയുള്ളൊരു ചോദ്യം, ഒരു ഇൻട്രോഗേറ്റീവ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്കില്ലും അയാൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസും അയാൾക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഫീൽഡാണ്. വിച്ച് കമ്പൈൻസ്, എന്തൊക്കെയാണ് കമ്പൈൻ ചെയ്യുന്നത്? അക്കൗണ്ടിങ് എക്സ്പെർട്ടൈസും കമ്പൈൻ ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് സ്കില്ലും കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ അനലൈസ് ചെയ്തിട്ട് ലീഗൽ പ്രൊസീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അതിന് ഒരു യൂസ് ഉണ്ടാക്കി കൊടുക്കുക. ലീഗലി അതിനെ നിയമാനുസൃതമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാക്കി മാറ്റിയെടുക്കുക. ഇതിനെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കൂടുതലും ഈ ലീഗലായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യുന്നത്. കാരണം എവിഡൻസിന് വേണ്ടിയിട്ട്, ഡോക്യുമെൻറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് വേണം? ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ എല്ലാ ഓർഗനൈസേഷനിലും ഒന്നും ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യത്തില്ല. നിയമത്തിൻ്റെ കാര്യങ്ങൾക്ക് വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ ഡിവോഴ്സ് കേസൊക്കെ വരുമ്പോഴത്തേക്കും, കോമ്പൻസേഷനൊക്കെ കൊടുക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ പറയും എൻ്റെ കയ്യിൽ അത്രയും സ്വത്തൊന്നുമില്ല, അപ്പം ഫോറൻസിക് അക്കൗണ്ടൻറ്റിനെ അങ്ങോട്ട് നിർത്തിയിട്ട് അയാൾ അങ്ങോട്ട് ഫുള്ള് ഡോക്യുമെൻറ്റും എല്ലാം വെരിഫൈ ചെയ്ത് ഇത്ര ആസ്തിയുണ്ട്, ഇത്ര പ്രോഫിറ്റ് ഉണ്ടെന്നെല്ലാം അയാൾ കണ്ടുപിടിച്ച് കൊണ്ടുവരും. എന്നിട്ട് ഇത്ര കോമ്പൻസേഷനും കൊടുക്കാൻ പറയും. അല്ലാതെ അതിനകത്ത് ഫ്രോഡൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫ്രോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു ശാഖ വന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് the examination of financial records to detect and investigate fraud, embezzlement, money laundering and other financial crimes. എന്താ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നത് തന്നെ. എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഫ്രോഡ് ഉണ്ടോ, എന്തെങ്കിലും എംബെസിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പെന്നാണ് അർത്ഥം കേട്ടോ. ഫ്രോഡ് ഉണ്ടോ, തട്ടിപ്പുണ്ടോ, കള്ളപ്പണം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈം ഒക്കെ ഉണ്ടോ എന്ന് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് നോക്കി പരിശോധിച്ച് ഇതൊക്കെ ഉണ്ടോ എന്നറിയുന്ന, ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഫോറൻസിക് അക്കൗണ്ടൻസ് are often called upon provide expertise testimony in court and to assist in the resolution of ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്. എന്താ? ഫോറൻസിക് അക്കൗണ്ടൻസിനെ ഇതുപോലുള്ള കോടതികളിൽ വരുന്നുള്ള ഈ ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വന്നിട്ട് കോടതിയിൽ വരുന്ന കേസുകളിലൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള ഫോറൻസിക് അക്കൗണ്ടൻറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി നിയമിക്കാറുണ്ട്. എന്നാൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫ്രോഡ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ, എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലുള്ള ഫോറൻസിക് അക്കൗണ്ടൻസ് തന്നെ വേണം, അല്ലേ? അവരങ്ങോട്ട് എല്ലാം എടുത്ത് വെച്ച് നോക്കി കണ്ടുപിടിച്ച് ഇതിനകത്ത് കുഴപ്പമുണ്ട് എന്നവരായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പം ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ് വിച്ച് കമ്പൈൻസ് അക്കൗണ്ടിങ് എക്സ്പെർട്ടൈസ് വിത്ത് ഇൻവെസ്റ്റിഗേറ്റ് സ്കിൽ ടു അനലൈസ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഫോർ യൂസ് ഇൻ ലീഗൽ പ്രൊസീഡിങ്. ഇനി ഇറ്റ് ഇൻവോൾവ്സ് ദ എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. എന്തിനാണ് ഇവർ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുന്നത്? ഡിറ്റക്റ്റ് ചെയ്യാൻ. എന്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ? ഫ്രോഡ് ഉണ്ടോ, എംബെസിൽമെൻ്റ് ഉണ്ടോ,
മണി ലോണ്ടറിങ് ഉണ്ടോ, അതുപോലുള്ള മറ്റ് ഫിനാൻഷ്യൽ ക്രൈംസ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഫിനാൻഷ്യൽ റെക്കോർഡ്സൊക്കെ എക്സാമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വന്നു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ കീ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ഫോറൻസിക് അക്കൗണ്ടിൽ, ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്കൊക്കെ അറിയാവുന്ന ടേംസ് തന്നെ ഉള്ളൂ ഇതിനകത്ത്. നമ്മളിങ്ങനെ ഈ കോടതി ഈ നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന തട്ടിപ്പ്, ഫ്രോഡ്, അങ്ങനെയൊക്കെയുള്ള കുറേ ടേംസ് തന്നെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ കാരണം ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടൻസ് അനലൈസ് financial records to identify signs of fraud and gather evidence to support legal actions against perpetrators. എന്ന് പറഞ്ഞാൽ ഫ്രോഡ് നടത്തുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് പെർപെട്രേറ്റേഴ്സ്. ഓക്കെ, ഫോറൻസിക് അക്കൗണ്ടൻസ് എന്താ ചെയ്യുന്നത്? ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഫോറൻസിക് അക്കൗണ്ടൻസ്. അപ്പോൾ അവർക്ക് വേണ്ട ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടൻസ് എന്താ ചെയ്യുന്നത്? അവരുടെ കയ്യിലുള്ള നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ കാണുമല്ലോ, ബാലൻസ് ഷീറ്റ്, P&L, അതുപോലുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ എടുത്തിട്ട് അവരത് നോക്കി ഇതിനകത്ത് എന്തെങ്കിലും ഫ്രോഡിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് അവരെന്തെങ്കിലും തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ അവർ കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ലീഗൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ഫ്രോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് എല്ലാം, സപ്പോർട്ടിങ് എവിഡൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫോറൻസിക് അക്കൗണ്ടൻസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യുക, കള്ളത്തരം, ഫ്രോഡ് കണ്ടുപിടിക്കുക, അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫോറൻസിക് അക്കൗണ്ടൻസ് അവർ അനലൈസ് ചെയ്യുന്നുണ്ട് എന്ത്? ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. എന്തിനാണ് അവർ അനലൈസ് ചെയ്യുന്നത്? ടു ഐഡൻറ്റിഫൈ സൈൻസ് ഓഫ് ഫ്രോഡിൻ്റെ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ എന്തിനാ അവർ പിന്നെ നോക്കുന്നത്? ഗ്യാദർ എവിഡൻസ് കണ്ടുപിടിക്കാൻ. എന്തിനാ? ലീഗൽ ആക്ഷൻസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ ആരാണോ ഫ്രോഡ് ചെയ്തത് അയാൾക്കെതിരെയുള്ള എവിഡൻസ് കൊടുക്കണ്ടേ, എന്നാലല്ലേ അയാൾ കള്ളത്തരം ചെയ്തു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുപോലുള്ള എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാനും അയാൾ ഫ്രോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് ഫോറൻസിക് അക്കൗണ്ടൻസ് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. പിന്നെ ദിസ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് കോംപ്ലെക്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ട്രേസിംഗ് ഫ്ലോ ഓഫ് ഫണ്ട്സ്. അത് എന്താ ചെയ്യുന്നതിനകത്ത്? ഫ്രോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ കള്ളത്തരങ്ങൾ ചെയ്ത് വെക്കും. അതെല്ലാം ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം അവർ ചോദ്യം ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്തുകൊണ്ട് ഇവിടെ വന്നു, എന്താണ് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫണ്ട് ഫ്ലോ ഒക്കെ എങ്ങനെയായിരുന്നു, ഇത് ഈ പറയുന്ന പോലെ തന്നെ ചിലവുകളും വരവുകളും ഒക്കെ വന്നോ ഇല്ലയോ എന്നുള്ളതെല്ലാം അവർ ഇതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഫ്രോഡ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ അതാണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലിറ്റിഗേഷൻ സപ്പോർട്ട്. ലിറ്റിഗേഷൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോടതിയിൽ എവിഡൻസ് ആയിട്ട് കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളില്ലേ, വ്യവഹാരം എന്നൊക്കെ പറയും, അതിനെയാണ് ലിറ്റിഗേഷൻ സപ്പോർട്ട്. അതായത് നമ്മുടെ കേസിന് ആസ്പദമാക്കിയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട്, അവർ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ്, അതിനെയാണ് ലിറ്റിഗേഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനും ഫോറൻസിക് അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടൻസ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഫോറൻസിക് അക്കൗണ്ടൻസ് provide support in legal cases by preparing detailed financial analysis, report and exhibits
എന്താ അവർ ഇതുപോലുള്ള ലിറ്റിഗേഷൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. കോടതിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ലീഗൽ കേസസ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലുള്ള ലിറ്റിഗേഷൻ വ്യവഹാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു? അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിനാൻഷ്യൽ അനാലിസിസും റിപ്പോർട്ടും ഒക്കെ നടത്തിയിട്ട് അവരത് കണ്ടുപിടിച്ച് അവരൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദേ മേ ഓൾസോ സെർവ് ആസ് എക്സ്പേർട്ട് വിറ്റ്നസ് പ്രസൻറ്റിംഗ് ദെയർ ഫൈൻഡിങ്സ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ കോർട്ട്. എന്താ, കോടതിയുടെ മുമ്പിൽ അവർക്ക് സ്വയമേ വേണമെങ്കിൽ ഒരു വിറ്റ്നസ് പോലെ വേണമെങ്കിലും പറയാം. കാരണം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അനലൈസ് ചെയ്ത സമയത്ത് ഇന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ചു, ഇതിനകത്ത് മിസ്റെപ്രസെൻറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടൻസിന് ഒരു വിറ്റ്നസ് പോലെ വേണമെങ്കിലും ഒരു ലിറ്റിഗേഷൻ സപ്പോർട്ടായിട്ട് വേണമെങ്കിൽ വന്നു നിന്ന് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, കോടതിയിൽ നമുക്ക് ഈ സാക്ഷിമൊഴി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഫോറൻസിക് അക്കൗണ്ടൻസിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് ഫോറൻസിക് അക്കൗണ്ടിങ് വഴി നമുക്കൊരു ലിറ്റിഗേഷൻ സപ്പോർട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി അത് നമുക്ക് കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പറ്റും. പോരാത്തതിന് ഫോറൻസിക് അക്കൗണ്ടൻസിന് വേണമെങ്കിൽ വിറ്റ്നസ് ആയിട്ട് അവരുടെ ഫൈൻഡിങ്സും ഒപ്പീനിയൻസും വന്ന് പറയാനും പറ്റും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആസ്പെക്റ്റാണ് എക്കണോമിക് ഡാമേജസ് കാൽക്കുലേഷൻ. എന്താ, സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ക്ലെയിമൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ചിലപ്പം ചില ഇൻഷുറൻസ് കമ്പനിക്കാരൊന്നും കറക്റ്റ് ക്ലെയിമൊന്നും കൊടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഫോറൻസിക് കേസൊക്കെ കൊടുക്കുന്ന സമയത്ത് കോടതി ഒരു ഫോറൻസിക് അക്കൗണ്ടൻറ്റിനെ നിയമിക്കും. കറക്റ്റായിട്ട് എത്ര രൂപ അയാൾക്ക് ക്ലെയിം കിട്ടണമെന്ന് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഡാമേജസിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടും ഫോറൻസിക് അക്കൗണ്ടിങ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ കേസസ് ഓഫ് ബിസിനസ് ഡിസ്പ്യൂട്ട്സ്, ഇൻഷുറൻസ് ക്ലെയിം ഓർ പേഴ്സണൽ ഇൻജ്വറി, ബിസിനസ്സുകാർ തമ്മിലുള്ള തർക്കങ്ങളോ ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ കാര്യമോ പേഴ്സണൽ ഇഞ്ചുറിയോ എന്തോ ആയിക്കോട്ടെ, ആ സാഹചര്യത്തിലൊക്കെ ഫോറൻസിക് അക്കൗണ്ടൻസ് കാൽക്കുലേറ്റ് ദ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ആൻഡ് ക്വാണ്ടിഫൈ എക്കണോമിക് ഡാമേജസ്. എന്താ, ഫോറൻസിക് അക്കൗണ്ടൻസ് എന്താ ചെയ്യുന്ന, ബിസിനസ് ഡിസ്പ്യൂട്ടിൻ്റെ സമയത്താണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് ഡാമേജസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഫോറൻസിക് അക്കൗണ്ടൻറ്റ് വന്നിട്ട് അവർക്ക് ഉണ്ടായ ഡാമേജ് ഇപ്പം ഒരു ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടായ ഡാമേജ് കറക്റ്റ് എത്രയുണ്ട്, അതിന് കറക്റ്റായിട്ട് എത്ര എക്കണോമിക് വാല്യൂ അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ഡാമേജാണ്, അവർക്ക് എത്രത്തോളം കോമ്പൻസേഷൻ കൊടുക്കാമെന്നുള്ളൊക്കെയുള്ള കേസുകൾ വരുമ്പോഴത്തേക്കും ഫോറൻസിക് അക്കൗണ്ടൻസിന് ആ അവർക്കുണ്ടായ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ എക്കണോമിക് ഡാമേജസിനെ മോണിറ്ററി വാല്യൂയിലോട്ട് ക്വാണ്ടിഫൈ ചെയ്യാം. പിന്നെ this includes estimating loss to profit, business interruption losses and other financial damages. എന്താ, ഡിസ്പ്യൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പം ബിസിനസ്സുകാർ തമ്മിൽ തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് കുറച്ച് നാൾ ചിലപ്പോൾ ബിസിനസ് അടച്ചിടേണ്ടി വരും. അന്നേരം അവർക്ക് ബിസിനസ് റൺ ചെയ്യാതിരിക്കുമ്പോൾ അത് പ്രോഫിറ്റ് നഷ്ടമാവും. അതുപോലെ തന്നെ അവരുടെ ബിസിനസ് നടക്കാതെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചിലവുകൾ വരും. ചിലപ്പോൾ ഇരുന്ന സ്റ്റോക്കൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരുപാട് ഇൻട്രപ്ഷൻ ലോസസും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് എത്രയാണെന്ന് നോക്കിക്കണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ കേസൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കാം. ചിലപ്പോൾ 1 ലക്ഷം രൂപയുടെ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ് കിട്ടുന്ന കാര്യമില്ല, 5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് ചിലർ കൊണ്ടുകൊടുക്കും. അപ്പോൾ അതൊന്നും അങ്ങനെയല്ല, കറക്റ്റ് എത്ര ഉണ്ടെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് എത്രയാണ് എക്കണോമിക് ഡാമേജ് എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കോടതിയുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. അപ്പോൾ എക്കണോമിക് ഡാമേജസിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടും ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ബിസിനസ് ഡിസ്പ്യൂട്ട്, ഇൻഷുറൻസ് ക്ലെയിം, പേഴ്സണൽ ഇഞ്ചുറി ഒക്കെ വരുന്ന സമയത്ത് ആ ഡാമേജ് കൊണ്ട് വന്ന ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തത് ക്വാണ്ടിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് നിയമത്തിന് മുന്നിൽ അത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോറൻസിക് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് 4th ആണ്. 4th വാല്യുവേഷന് വേണ്ടിയിട്ട് ഫോറൻസിക് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ, ഫോറൻസിക് അക്കൗണ്ടൻസ് മേ ബി ഇൻവോൾവ് ഇൻ വാല്യൂയിങ് ബിസിനസ്സസ്, assets or financial interest in various contexts such as mergers and acquisition,
ഡിവോഴ്സ് സെറ്റിൽമെൻറ്റ് ആൻഡ് എസ്റ്റേറ്റ് പ്ലാനിങ്. ചില കമ്പനികൾ മെർജ് ചെയ്യാറുണ്ട്, ഒരു കമ്പനി മറ്റൊരു കമ്പനി അക്വിസിഷൻ നടത്താറുണ്ട്. ഇനി അല്ല പേഴ്സണൽ ആണെങ്കിൽ ഡിവോഴ്സ് സെറ്റിൽമെൻറ്റ്സ് നടക്കാറുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയുന്നുണ്ട്. പിന്നെ എസ്റ്റേറ്റ് പ്ലാനിങ്, അങ്ങനെയുള്ള പല കേസസിലും ഒരാളുടെ പേരിൽ എന്തോരം സ്വത്തുക്കളുണ്ട്, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരാളുടെ പേരിൽ അല്ലെങ്കിൽ അയാൾക്ക് ശരിക്കും എത്ര രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് നമുക്ക് വാല്യുവേഷൻ നടത്തേണ്ടതായിട്ടുള്ള പല സാഹചര്യങ്ങളും വരും. അങ്ങനെയുള്ള സമയത്ത് ഫോറൻസിക് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അല്ലാതെ കൊണ്ട് ചൊല്ലുവാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും എനിക്ക് ഇത്ര രൂപയുടെ ആസ്തിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം കാണിക്കാൻ പറ്റും അല്ലേ. ഫോറൻസിക് അക്കൗണ്ടൻസ് ആകുമ്പം കറക്റ്റായിട്ട് നോക്കി എവിഡൻസ് ഒക്കെ വെച്ചിട്ട് എത്ര രൂപയാണ് പ്രോപ്പറായിട്ടുള്ളതെന്നൊക്കെ അവർ വാല്യൂ ചെയ്ത് അവർ കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാല്യുവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടും ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് അടുത്തൊരു ആസ്പെക്റ്റ്, വാല്യുവേഷൻ. ദെൻ നെക്സ്റ്റ് ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി. പാപ്പരത്വം അല്ലേ. ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി എന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ നമ്മൾ കുറേ ആൾക്കാരുടെ നിന്ന് കടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ട് അടയ്ക്കാനുള്ള സമയമായപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊന്നും വെച്ചിട്ട് അത് അടയ്ക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം. അതായത് നമ്മുടെ കയ്യിൽ ഇനി കൊടുക്കാനൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇനി കൊടുക്കാനൊന്നുമില്ല, കടങ്ങൾ മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് ഇനിയൊന്നും കൊടുക്കാനില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പോയിട്ട് ലീഗലായിട്ട് മൂവ് ചെയ്യും. അതായത് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, എൻ്റെ കയ്യിലുള്ള അസറ്റ് കൊണ്ട് ഇനി എനിക്കിതൊന്നും വീട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കോഡ് പ്രകാരം ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പോൾ അത് പ്രകാരം ലീഗൽ പ്രൊസീഡിങ്സ് നടത്തുന്ന സമയത്ത് ഇതുപോലുള്ള ഫോറൻസിക് അക്കൗണ്ടൻസ് ഈ ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കേസിൽ അസിസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനാ? എൻ്റെ പേരിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അസറ്റും ഒക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് ഞാൻ എന്തെങ്കിലും ഫ്രോഡ് നടത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഈ ഫോറൻസിക് അക്കൗണ്ടൻസ് അവിടെ അസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി. Forensic accountants assist in bankruptcy and insolvency cases by analyzing financial statements, identifying asset, and uncovering fraudulent activities that may have contributed to the financial distress. ഇങ്ങനെ എന്തെങ്കിലും ആണോ നമ്മുടെ ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സിന് കാരണം, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അസറ്റും ഒക്കെ എത്രയുണ്ടെന്ന് അവർ അനലൈസ് ചെയ്യും. നമ്മുടെ ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സിന് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടോ, അതായത് ശരിക്കും ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ഉണ്ടോ അതോ ഇവർ ഫ്രോഡ് കാണിച്ചിങ്ങനെ കാണിക്കുന്നതാണോ, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ബിനാമി ഏർപ്പാടൊക്കെ നടത്തിയിട്ട് കുറേ ആൾക്കാരുടെ പേരിലൊക്കെ പണം ഇട്ടിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ലേ എന്നും പറഞ്ഞ് വന്ന് നിൽക്കുന്നതാണോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കേസസിൽ ഫോറൻസിക് അക്കൗണ്ടൻസ് അസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കീ ആസ്പെക്ട്സ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, ലിറ്റിഗേഷൻ സപ്പോർട്ടിന് വേണ്ടി, എക്കണോമിക് ഡാമേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്, വാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കേസസിലും ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യാറുണ്ട്. ഇനി ഫോറൻസിക് അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പ്രോസസ് റിലേറ്റഡ് ടു, സിംപ്ലി നമുക്ക് പറയാൻ പറ്റും, അക്കൗണ്ടിങ് പ്രോസസ് റിലേറ്റഡ് ടു ലീഗൽ പ്രൊസീജിയർ. ലീഗൽ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് പ്രോസസ്, അതിനെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് നമുക്ക് സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാം. നമ്മൾ ഇത്രയൊക്കെ നീട്ടി വലിച്ച് പറഞ്ഞത് ഇത് തന്നെയാണ്, അത് നമുക്ക് സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ലീഗൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രൊസീജിയറിനെയാണ് നമ്മൾ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫാദർ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, ഫ്രാങ്ക് ജെ വിൽസൺ. ഫ്രാങ്ക് ജെ വിൽസണെയാണ് ഫാദർ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഫ്രാങ്ക് ജെ വിൽസണെയാണ് ഫാദർ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് അയാളെ ഫാദർ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, അയാൾ ഈ ഫോറൻസിക് അക്കൗണ്ടിങ് ടെക്നിക്സ് വെച്ചിട്ട് വലിയൊരു ഗാങ്സ്റ്റർ ആയിരുന്ന AI ക്യാപ്പോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ, അയാളുടെ ടാക്സ് വെട്ടിപ്പ് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോറൻസിക് അക്കൗണ്ടിങ് ടെക്നിക്സ് വെച്ച് അയാൾ കണ്ടുപിടിച്ചു. ഈ AI ക്യാപ്പോൺ എന്ന് പറഞ്ഞൊരു ഗാങ്സ്റ്ററിൻ്റെ പേരാണ് കേട്ടോ.
അപ്പോൾ അതുമായിട്ട് ആ ഗാങ്സ്റ്ററിനെ ആയിട്ട് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇതുപോലുള്ള ഫോറൻസിക് അക്കൗണ്ടിങ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു നികുതി തട്ടിപ്പിൻ്റെ വലിയൊരു കാര്യം ഇദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു ഫോറൻസിക് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ടിങ് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്ന് ഫാദർ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാങ്ക് ജെ വിൽസൺ ഈസ് ക്രെഡിറ്റഡ് വിത്ത് pioneering forensic accounting techniques, particularly during his investigation of A.I. Capone. ഇനി ACFE, അസോസിയേഷൻ ഓഫ് ഫ്രോഡ് എക്സാമിനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ഒരു അസോസിയേഷൻ, അതായത് ഫോറൻസിക് അക്കൗണ്ടൻസിൻ്റെ തന്നെ ഒരു ഫ്രോഡ് ഡിറ്റക്റ്റിംഗ് ഏജൻസിയുടെ ഒക്കെ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള ഒരു അസോസിയേഷനാണ് അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ഫ്രോഡ് എക്സാമിനേഴ്സ്. അത് വാസ് ഫൗണ്ടഡ് ഇൻ അത് 1988 ACFE എന്ന് പറയുന്ന ആ ഒരു അസോസിയേഷൻ ഫൗണ്ട് ചെയ്തത്. അതെന്ന് പറയുന്നത് വിച്ച് ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്രോഡ് ഡിറ്റക്റ്റിംഗ് ഏജൻസിയാണ്. അതായത് ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരുപാട് ഫോറൻസിക് അക്കൗണ്ടൻസുകളൊക്കെ ഉള്ള ഒരു വലിയൊരു ഏജൻസിയാണ്. അത് 1988 അങ്ങനെ ഒരു ഏജൻസി വരുന്നത്. അവിടുത്തെ ഒരു മെമ്പറായിരുന്നു ഫ്രാങ്ക് ജെ വിൽസൺ. അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. വേൾഡിൽ തന്നെ ഒരു ഫ്രോഡ് ഡിറ്റക്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ACFE, അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ഫ്രോഡ് എക്സാമിനേഴ്സ് എന്ന് പറയുന്ന ഒരു അസോസിയേഷനിലെ മെമ്പറായിരുന്നു ഈ ഫ്രാങ്ക് ജെ വിൽസൺ. അദ്ദേഹമാണ് A.I. കാപ്പോണിന് എതിരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയതിനകത്ത് ഫോറൻസിക് ടെക്നിക്സ് ഉപയോഗിച്ച് അത് കണ്ടുപിടിച്ചതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് അറിയപ്പെടുന്നതും. 1988 ACFE എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷൻ രൂപീകൃതമായത്. അത് ഇതിനകത്തില്ല, നോട്ട് ചെയ്യുക. ഇനി ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഇത്രയും മീനിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് ഏകദേശ ധാരണ നമുക്ക് ഉണ്ടായിരിക്കും, എങ്കിലും നമുക്കൊന്ന് പറയാം. ഫോറൻസിക് അക്കൗണ്ടിങ്, ഇറ്റ് ഇൻവോൾവ്സ് the application of special skills in accounting, auditing, finance, quantitative methods, law and research. എന്താ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽ അവിടെ ഉണ്ടായിരിക്കണം. ഓഡിറ്റിങ്ങുമായിട്ട്, അതായത് റീചെക്കിങ് ചെയ്യുമല്ലേ, അപ്പോൾ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽ ഉണ്ടായിരിക്കണം. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടല്ലേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലുള്ള മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. നിയമത്തിനെ പറ്റിയും ഉള്ള ധാരണ ഉണ്ടായിരിക്കണം. റിസർച്ച് സ്കിൽ, കണ്ടുപിടിക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ, അതുപോലുള്ള സ്കില്ലും ഉണ്ടായിരിക്കണം. അപ്പം ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോമ്പിനേഷൻ അല്ലേ, ഒരുപാട് സ്കില്ലുകളുടെ ഒരു കോമ്പിനേഷൻ്റെ ആപ്ലിക്കേഷനാണ് അല്ലേ. ഒരുപാട് സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അക്കൗണ്ടിങ് ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, റിസർച്ച് സ്കില്ലുണ്ട്, ലോ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അതുപോലുള്ള ഒരുപാട് സ്പെഷ്യൽ സ്കിൽസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്? ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ഫോറൻസിക് അക്കൗണ്ടിങ് ആവാൻ പറ്റത്തില്ല. ഇതുപോലുള്ള സ്കില്ലുകളും കാര്യങ്ങളൊക്കെ വേണം, എന്നാൽ മാത്രമേ ഫോറൻസിക് അക്കൗണ്ടിൻ്റെയൊക്കെ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഫീച്ചർ എന്താ? ഇറ്റ് ഇൻവോൾവ്സ് ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ്. ഇനി എന്തൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് ആണ് വേണ്ടത്? ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് ടു കളക്ട്, അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ എവിഡൻസസ് ആസ് വെൽ ആസ് ദ എബിലിറ്റി ടു ഇന്റർപ്രിറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഫൈൻഡിങ്സ്. ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫിനാൻഷ്യൽ എവിഡൻസ്, നമ്മൾ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ, കള്ളത്തരം കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ അതുമായിട്ട് ഫിനാൻഷ്യൽ എവിഡൻസ് കളക്ട് ചെയ്യാനും ആ എവിഡൻസ് കറക്റ്റായിട്ടുള്ള എവിഡൻസ് ആണോ കള്ളത്തരമാണോ എന്നൊക്കെ അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുമുള്ള സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് പ്രോപ്പറായിട്ട് അത് ഇൻ്റർപ്രിറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലും നമുക്കുണ്ടായിരിക്കണം അല്ലേ. എന്നാലല്ലേ ഒരു ഫോറൻസിക് അക്കൗണ്ടൻ്റ് ആവാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്ത് വേണം? നമ്മുടെ ഫിനാൻഷ്യൽ എവിഡൻസ് ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് തരുമോ? എവിഡൻസ് ഒക്കെ ഇല്ല. നമ്മുടെ ഫിനാൻഷ്യൽ എവിഡൻസ് കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് നോക്കി അതിനെ ഇവാലുവേറ്റ് ചെയ്ത് എടുക്കാനുള്ള കഴിവും അതുപോലെ തന്നെ ആ ഇവാലുവേറ്റ് ചെയ്തത് ഇൻ്റർപ്രിറ്റ് ചെയ്ത് നമ്മുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലും നമുക്ക് ഉണ്ടായിരിക്കണം. അതൊരു ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചറാണ്. നെക്സ്റ്റ്, it is the application of financial skill and an investigative mentality to unresolved issues. പരിഹാരപ്പെടാത്തതായിട്ടുള്ള ഒരുപാട്
ഇഷ്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫിനാൻഷ്യൽ സ്കില്ലും നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് മെൻറ്റാലിറ്റിയും ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് ആ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ സ്കിൽസിൻ്റെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മെൻറ്റാലിറ്റിയുടെയും ഒരു ആപ്ലിക്കേഷനാണ് നടത്തേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അവിടെ പരിഹാരമില്ലാതെ കിടക്കുന്ന പല പ്രശ്നങ്ങളും, ഫിനാൻസ് പരമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരമില്ലാതെ കിടക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിനാൻസ് സ്കില്ലും ഇൻവെസ്റ്റിഗേറ്റീവ് സ്കില്ലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, then it is the specialty practice area of accountancy that explains anticipated disputes or litigation. എന്താ ഇതെന്ന് പറയുന്നത്? അക്കൗണ്ടൻസിയുടെ ഒരു സ്പെഷ്യൽ പ്രാക്ടീസ് തന്നെയാണല്ലേ. കാരണം സാധാരണ അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, ഇത് മാത്രമല്ലേ. ഇതിനകത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനത്തിനകത്ത് വീണ്ടും എവിഡൻസും എല്ലാം വെച്ച് റീചെക്ക് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ ഒരു സ്പെഷ്യൽ പ്രാക്ടീസ് ആണല്ലേ. അപ്പം അക്കൗണ്ടൻസിയുടെ ഒരു സ്പെഷ്യൽ പ്രാക്ടീസ് ഏരിയ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് വരാൻ പോകുന്ന തർക്കങ്ങളെ പറ്റിയും അല്ലെങ്കിൽ വരാൻ പോകുന്ന തട്ടിപ്പിനെ പറ്റിയും ഫ്രോഡുകളെ പറ്റിയും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഏരിയ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് കീ ആസ്പെക്ട്സ് പഠിച്ച സമയത്ത് നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ പറഞ്ഞിരുന്നു അല്ലേ. അതൊക്കെ തന്നെ ഇതിനകത്തും വീണ്ടും പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് നമുക്ക് ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ, ഏതൊക്കെ ഫിനാൻഷ്യൽ ഡിസ്ക്രിപ്പൻസീസ് ലെവലിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫോറൻസിക് അക്കൗണ്ടിങ് ഈസ് അപ്ലൈഡ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. നമുക്ക് പല കോണ്ടെക്സ്റ്റിലും നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു അഡ്രസ് ഫിനാൻഷ്യൽ ഡിസ്ക്രിപ്പൻസീസ്, എന്തെങ്കിലും ധനകാര്യപരമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളോ ഡിസ്പ്യൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴും, അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെ സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും എവിഡൻസ്, ഫിനാൻഷ്യൽ എവിഡൻസ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഇൻറ്റഗ്രിറ്റി എൻഹാൻസ് ചെയ്യാൻ, ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ റെപ്യൂട്ടേഷനൊക്കെ പോയിട്ട് എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പിടിച്ചിട്ട് നമ്മുടെ പേരിൽ എന്തെങ്കിലും അലിഗേഷൻസ്, നമ്മുടെ കമ്പനിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളത് റെപ്യൂട്ടഡ് ആണ്, ഞങ്ങൾ ഭയങ്കര എത്തിക്കലായിട്ടുള്ള ബിസിനസ് ആണെന്ന് വീണ്ടും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് നമുക്ക് ആപ്ലിക്കബിൾ ആക്കാം. അപ്പം അങ്ങനെ പല പല കോണ്ടെക്സ്റ്റിലും നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ആസ്പെക്ട്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടി പറയാം. ഫോറൻസിക് അക്കൗണ്ടൻസ് ഇൻവെസ്റ്റിഗേറ്റ് ഫിനാൻഷ്യൽ ഫ്രോഡ്സ്, ഇൻക്ലൂഡ്സ് എംബസൽമെന്റ്, asset misappropriation and financial statement fraud. They gather evidence, trace transactions and identify perpetrators. എന്താ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. അതായത് ഇപ്പോഴുള്ള ഫോറൻസിക് അക്കൗണ്ടൻസ് ഫിനാൻഷ്യൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തട്ടിപ്പുകളോ ഫിനാൻഷ്യൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇല്ലാത്ത അസറ്റ് കാണിക്കുകയോ അല്ലെങ്കിൽ ഉള്ള അസറ്റിനെ കാണിക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയോ, ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് അവർ എവിഡൻസ് കളക്ട് ചെയ്യും. ട്രാൻസാക്ഷൻസ്, ഏതൊക്കെ രീതിയിലാണ് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെ വഴിയാണ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളതെന്നൊക്കെ
ട്രേസ് ചെയ്തതിന് ശേഷം ആരാണ് കറക്റ്റായിട്ടുള്ള ഫ്രോഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് ആദ്യമായിട്ട് നമുക്ക് എന്തിന് യൂസ് ചെയ്യാം? നമ്മുടെ ഫ്രോഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഫിനാൻഷ്യൽ ഫ്രോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ലിറ്റിഗേഷൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ കോടതിയിലൊക്കെ എവിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. അതായത് ഇൻ ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഇൻവോൾവിങ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഫോറൻസിക് അക്കൗണ്ടൻസ് പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ടെസ്റ്റിമോണി. അതായത് ഫിനാൻഷ്യൽ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നിയമപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഫോറൻസിക് അക്കൗണ്ടൻസിന് ഫോറൻസിക് അക്കൗണ്ടൻസിന് അനാലിസിസ് നടത്തിയതിന് ശേഷം അവരുടെ ഫൈൻഡിങ്സ് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിയമത്തിൻ്റെ മുന്നിൽ ഫോറൻസിക് അക്കൗണ്ടൻസ് കൊടുക്കുന്ന അവരുടെ ടെസ്റ്റിമോണി അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ആ ഒരു അവരുടെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് വാല്യൂബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ലിറ്റിഗേഷൻ സപ്പോർട്ടായിട്ട് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ്ങിനെ യൂസ് ചെയ്യാൻ പറ്റും. They assist in cases such as breach of contract, shareholder dispute, intellectual property theft and personal injury claims. എന്താ പല കേസസും വരാം അല്ലേ കോടതിയിൽ? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, അതായത് രണ്ടുപേര് തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് ആരെങ്കിലും കോൺട്രാക്റ്റിൽ നിന്ന് മാറുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള തർക്കങ്ങൾ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, അതുപോലെ തന്നെ പേഴ്സണൽ ഇഞ്ചുറി ക്ലെയിംസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് ലിറ്റിഗേഷൻ സപ്പോർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഈ പറയുന്ന ഫോറൻസിക് അക്കൗണ്ടൻസിൻ്റെ അനാലിസിസ് ആൻഡ് ടെസ്റ്റിമോണി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലും ലിറ്റിഗേഷൻ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യാൻ പറ്റും. തേർഡ് വൺ, ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി. നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ഞാൻ കുറേ ആൾക്കാരുടെ നിന്ന് കടം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാനൊരു സുപ്രഭാതത്തിൽ പറയുകയാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിലുള്ള അസറ്റുകളൊക്കെ കൊടുത്താൽ പോലും എനിക്ക് നിങ്ങളുടെ ഒന്നും കടം തന്നു തീർക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇനി അതിന് പറ്റത്തില്ല എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ലീഗലി ഞാൻ ഇൻസോൾവൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് എനിക്കിനി ഒന്നും പറ്റത്തില്ല, ഇനി കോടതി വഴി മൂവ് ചെയ്ത് എൻ്റെ അസറ്റൊക്കെ അവരെന്താണെന്ന് വെച്ച് ചെയ്തിട്ട് നിങ്ങൾക്കുള്ളതെന്ന് എന്നെ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചോട്ടെ. അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റിന് വേണ്ടി പോകുന്ന സമയത്തും ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെ? Forensic accountants analyze financial records in bankruptcy case to identify fraudulent transfers, preferential payments and asset concealment. They help ensure fair distribution of asset to creditors. എന്താ ഇങ്ങനെയുള്ള ബാങ്ക്രപ്സി കേസസ് ഒക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഫോറൻസിക് അക്കൗണ്ടൻസിന് അവരെന്തെങ്കിലും ഫ്രോഡായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ, അതായത് കയ്യിൽ കാശ് നേരത്തെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ അക്കൗണ്ടിലോട്ട് മാറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല, ബിനാമി ഏർപ്പാടൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ നടത്തിയതിന് ശേഷം സ്വന്തമായിട്ട് അസറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചിലർക്ക് ഫ്രോഡ് കാണിക്കാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടോ, അതായത് കൂടുതൽ ഒരു ക്രെഡിറ്ററിന് കൊടുത്തു എന്നിട്ട് മറ്റുള്ളവർക്കൊന്നും കൊടുത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ബാങ്ക്രപ്സി കേസസിൽ പ്രോപ്പറായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്ന് എല്ലാ ക്രെഡിറ്റേഴ്സിനും, അതായത് കടം കൊടുക്കാനുള്ള എല്ലാ ആൾക്കാർക്കും ഫെയർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫോറൻസിക് അക്കൗണ്ടൻസ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കേസിലും ഫോറൻസിക് അക്കൗണ്ടിങ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ബിസിനസ് വാലുവേഷൻ. ബിസിനസ് വാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് അക്കൗണ്ടൻസ് perform business valuation for various purposes, includes mergers and acquisition, divorce settlement, estate planning. They provide objective and defensive valuation based on thorough financial analysis. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാം അല്ലേ? ചിലപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിൽ മേർജ് ചെയ്യും, ഒരു കമ്പനി വേറൊരു കമ്പനി അക്വയർ ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആണെങ്കിൽ ഡിവോഴ്സ് സെറ്റിൽമെൻറ്റ്സിൻ്റെ സമയത്താണെങ്കിലും ഭൂമി കച്ചവടത്തിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേഷൻ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പം ഒരു കമ്പനി മറ്റൊരു കമ്പനി അക്വയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണമല്ലോ
അല്ലെങ്കിൽ മേർജ് ചെയ്യുന്ന സമയത്താണെങ്കിലും അങ്ങോട്ട് കാശ് കൊടുത്തല്ലേ മേർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ വാല്യൂ എത്രയാണ്, ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടി കാണിക്കാം, കുറച്ച് കാണിക്കാം, അങ്ങനെയൊക്കെ നടക്കുമല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വാല്യൂ ആണോ വരുന്നതെന്ന് അറിയണമെങ്കിൽ അതിന് നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം, ഫോറൻസിക് അക്കൗണ്ടിങ് തന്നെ യൂസ് ചെയ്യണം. ഫോറൻസിക് അക്കൗണ്ടൻസ് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ, അതായത് മേർജർ നടക്കുമ്പോൾ, അക്യൂസിഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിവോഴ്സ് സെറ്റിൽമെൻ്റ് ഒക്കെ നടക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ആ ഒരു ഡിവോഴ്സ് സെറ്റിൽമെൻ്റ് ആണെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ പേരിലുള്ള വാല്യൂ, അസറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ബിസിനസ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ പേരിൽ എന്തോരം അസറ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അവർ ആ ഒരു ഒട്ടും ഒരു പാർഷ്യൽ അല്ലാത്ത ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു വാല്യുവേഷൻ തന്നെ നമുക്ക് നടത്തിത്തരും. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ബിസിനസ് വാല്യുവേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. പിന്നെ ഇൻഷുറൻസ് ക്ലെയിംസിൻ്റെ കാൽക്കുലേഷൻ സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. ഫോറൻസിക് അക്കൗണ്ടൻസ് അസസ്സസ് ഫിനാൻഷ്യൽ ലോസസ് ഫോർ ഇൻഷുറൻസ് claim related to property damage, business interruption, employee dishonesty. They help ensure accurate and fair settlement. എന്താ, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇൻഷുറൻസ് ക്ലെയിംസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫയർ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ എടുക്കാറുണ്ട്, പല തരത്തിലുള്ള എംപ്ലോയി ഇൻഷുറൻസ് എടുക്കാറുണ്ട്, തെഫ്റ്റ് എടുക്കാറുണ്ട്, അങ്ങനെ പല ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇൻഷുറൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ കൂടുതൽ, അതായത് ഡാമേജ് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഒരുപാട് ഡാമേജ് ഉണ്ടെന്നും പറഞ്ഞ് റിപ്പോർട്ടൊക്കെ കൊടുക്കും. എനിക്ക് ഇത്ര ഡാമേജ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഫുൾ ഇത്ര എമൗണ്ട് ഇൻഷുറൻസ് ക്ലെയിം കിട്ടണം. ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടായി കാണത്തില്ല, തെറ്റായിട്ടൊക്കെ കാണിക്കും കൂടുതൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഫോറൻസിക് അക്കൗണ്ടൻസിന് അവർക്ക് കറക്റ്റ് എത്രത്തോളം ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടായി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറൻസിക് അക്കൗണ്ടിങ്, അപ്പോൾ ചിലപ്പോൾ അവർ കേസ് കൊടുക്കുമായിരിക്കും, ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇവർക്ക് ഇത്രയൊക്കെ ലോസ് ഉണ്ടായെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ കോടതി കൊണ്ടുവന്ന് കേസ് കൊടുക്കും. കോടതി പറയും, ഒരു ഫോറൻസിക് അക്കൗണ്ടന്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് പറയും നിങ്ങൾ കറക്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ പോയിട്ട് എന്താ ഇൻഷുറൻസ് ക്ലെയിം, ഈ പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിമിന് കറക്റ്റായിട്ട് എത്ര ലോസ് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കുകയെന്ന് വെച്ചാൽ അവർ ഇത്ര നാൾ അവർക്ക് ബിസിനസ് നടത്താൻ പറ്റാതിരുന്നതുകൊണ്ട് എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും എംപ്ലോയി അവരുടെ സത്യസന്ധയില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ പല ഇൻഷുറൻസിനും പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് ആക്ച്വലി അവർക്ക് എന്തോരം ലോസ് ഉണ്ടായെന്ന് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യമാണ്. അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ വരുമ്പോഴത്തേക്കും, ഇങ്ങനെയുള്ള തർക്കങ്ങളും ഇങ്ങനെയുള്ള കേസുകളും ഒക്കെ വരുമ്പോഴത്തേക്കും ഫോറൻസിക് അക്കൗണ്ടൻസ് ആണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവരത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് ഇൻഷുറൻസ് ക്ലെയിം. നെക്സ്റ്റ് വൺ, ടാക്സ് ഇൻവെസ്റ്റിഗേഷൻസ്. ടാക്സ് ഇഷ്ടം പോലെ ആൾക്കാർ എന്ത് ചെയ്യും, വെട്ടിക്കാറുണ്ടല്ലേ, ടാക്സ്, നികുതി വെട്ടിപ്പെന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ഫോറൻസിക് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യാം. ഫോറൻസിക് അക്കൗണ്ടൻസ് അസിസ്റ്റ് ഇൻ റിസോൾവിംഗ് ടാക്സ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്. ദേ അനലൈസ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ടു ഐഡന്റിഫൈ ടാക്സ് ഇവേഷൻ, fraud and non-compliance and provide evidence to support legal actions. എന്താ, ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിന് ഇതുപോലുള്ള നികുതി വെട്ടിപ്പും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് അസിസ്റ്റ് ചെയ്യാറുണ്ട്. അവരെന്താ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് ഇവരെന്തെങ്കിലും ടാക്സ് ഇവേഷൻ ചെയ്തിട്ടുണ്ടോ, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ഇതിനകത്ത് അവരെന്തെങ്കിലും ഫ്രോഡ് നടത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും റൂൾ അവർ ഫോളോ ചെയ്യാതിരുന്നിട്ടുണ്ടോ, അങ്ങനെയുള്ളതെല്ലാം അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കതിന് എവിഡൻസ് കൊടുക്കാൻ പറ്റും. അവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആർക്ക് കൊടുക്കാം, ഫോറൻസിക് അക്കൗണ്ടൻസിന് കൊടുക്കാൻ പറ്റും. അതായത് ടാക്സ് വെട്ടിപ്പൊന്നും നടത്താൻ പറ്റാത്ത രീതിയിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കേസ് വരുവാണെങ്കിൽ, നികുതി വെട്ടിപ്പിൻ്റെ കേസൊക്കെ വരുവാണെങ്കിൽ ഇതുപോലുള്ള ഫോറൻസിക് അക്കൗണ്ടൻസ് ഒക്കെ അവരുടെ എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ്സും പരിശോധിച്ച് അവർ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ഫ്രോഡ് നടത്തിയിട്ടുണ്ടോ, അവരെന്തെങ്കിലും റൂള് ഫോളോ ചെയ്തിട്ട് ഇരിക്കാതുണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ച് അതെല്ലാം കോടതിയുടെ മുമ്പിൽ എവിഡൻസ് ആയിട്ട് വെച്ച് അവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ സമയത്തും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത്, ആൻറ്റി മണി ലോണ്ടറിങ്.
കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയത്തില്ലേ, അതിനെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കള്ളപ്പണം നമുക്ക് വെളുപ്പിച്ച് ശരിയാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വെട്ടിപ്പുകളൊക്കെ നടത്തത്തില്ലേ, അതിനെ അല്ലെങ്കിൽ അതിനെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഫോറൻസിക് അക്കൗണ്ടൻസ് ഹെൽപ്പ് ഡിറ്റക്ട് ആൻഡ് പ്രിവെൻറ്റ് money laundering activities. They analyze financial transactions, identify suspicious patterns and ensure compliance with anti-money laundering regulations. എന്താ ഫോറൻസിക് അക്കൗണ്ടൻസ് അവരെന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് ഈ റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും കള്ളപ്പണം ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ട്രാൻസാക്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്ന പാറ്റേൺസ്, അതായത് അവർക്ക് കുറേ ടെക്നിക്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അവർ ഓരോ പാറ്റേൺസും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ഓരോ പാറ്റേൺസും അനലൈസ് ചെയ്ത് അത് കണ്ടുപിടിക്കും. അപ്പോൾ അതൊക്കെ ബിസിനസ്സുകാരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നമായിട്ടുള്ളത് കൊണ്ട് ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ യൂസ് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് എന്ത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഈ ആൻറ്റി മണി ലോണ്ടറിങ് റെഗുലേഷൻ്റെ ഭാഗമായിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. ദെൻ റെഗുലേറ്ററി കംപ്ലയൻസ്. എന്താ റെഗുലേറ്ററി കംപ്ലയൻസ് എന്ന് പറയുന്നത്? നമുക്ക് കുറേ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ റെഗുലേഷൻസ് ഉണ്ട് അല്ലേ, കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ടാണോ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം എന്ന് നമുക്ക് തോന്നത്തില്ല. ഇതുപോലുള്ള ഫോറൻസിക് അക്കൗണ്ടിങ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആര് കണ്ടുപിടിക്കാൻ, ആർക്കറിയാം എന്നുള്ള രീതിയിലേക്കേ പോകത്തുള്ളൂ അല്ലേ. ഇതുപോലുള്ള എക്സ്പേർട്സുകളും ഫോറൻസിക് അക്കൗണ്ടൻസും ഒക്കെ ഉള്ളത് കൊണ്ടൊരു തർക്കം വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള ലീഗൽ റെഗുലേറ്ററി കംപ്ലയൻസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുവഴി ഒരുപാട് ലീഗൽ പ്രൊസീഡിങ്സും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. ഫോറൻസിക് അക്കൗണ്ടൻസ് അസിസ്റ്റ് organizations in ensuring compliance with financial regulations and standards. They conduct audit, identify compliance gaps and recommend corrective actions. എന്താ ഇതുപോലുള്ള ഓർഗനൈസേഷൻസിനെയൊക്കെ എന്താ അവർ ഫിനാൻഷ്യൽ റെഗുലേഷൻസ് അനുസരിച്ചാണോ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചൊക്കെയാണോ അവർ വർക്ക് ചെയ്യുന്നതെന്നുള്ളതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യാനും ഫോറൻസിക് അക്കൗണ്ടൻസ് നടക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്യും? ചില സമയത്തൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഓഡിറ്റൊക്കെ നടത്താറുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിലെല്ലാം പ്രോപ്പറായിട്ടാണോ നടത്തുന്നത്, ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓഡിറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ എന്തെന്നൊക്കെ തിരിച്ചറിയാൻ, അങ്ങനെ നമ്മൾ റെഗുലേറ്ററി ആയിട്ട് അല്ലെങ്കിൽ ലീഗലി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കംപ്ലയൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫോറൻസിക് അക്കൗണ്ടൻസും ഫോറൻസിക് അക്കൗണ്ടിങ്ങും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഡിവോഴ്സ് ആൻഡ് മാരിറ്റൽ ഡിസ്പ്യൂട്ട്സ്. ഡിവോഴ്സ് ആൻഡ് മാരിറ്റൽ ഡിസ്പ്യൂട്ട്സിൻ്റെ കേസിലും നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫോറൻസിക് അക്കൗണ്ടൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? Forensic accountants help in divorce proceedings by identifying and valuing marital asset, assessing income for alimony and uncovering hidden asset. എന്താ ഫോറൻസിക് അക്കൗണ്ടൻസ് ഡിവോഴ്സ് കേസിൽ, അതായത് മാരിറ്റൽ അസറ്റ്, ഓരോരുത്തരും കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം അങ്ങനെയൊക്കെ ഒരുപാട് കൊടുക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോ പേഴ്സൻ്റെ പേരിൽ ഇത്ര ഉണ്ടാവും, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര അസറ്റൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേറെ ആളുടെ പേരിലോ അങ്ങനെയുള്ള വേറെ ആൾക്കാരുടെ പേരിലോ ഒക്കെ അസറ്റൊക്കെ വാങ്ങിച്ചിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യുക. അതായത് കോടതിയിൽ കേസ് എത്തുമ്പോഴത്തേക്കും നമുക്ക് പറയാം ഇയാളുടെ പ്രോപ്പർട്ടിയിൽ ഇത്രയാണ് ഇയാളുടെ പ്രോപ്പർട്ടി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, എനിക്കതിനകത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി വേണം എന്ന് പറയുമ്പോഴത്തേക്കും കോടതി ഒരു ഫോറൻസിക് അക്കൗണ്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. അയാൾ കറക്റ്റായിട്ട് ഇന്ന ആളുടെ പേരിൽ, ഈ പേഴ്സൻ്റെ പേരിൽ
ഇത്രയൊക്കെ അസറ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ കറക്റ്റായിട്ട് വാല്യൂ ചെയ്ത് അയാൾ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കും. ആ സമയത്ത് കിട്ടാനുള്ള കോമ്പൻസേഷൻ അയാളുടെ അസറ്റിൻ്റെ ബേസിലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് ഡിവോഴ്സ് ആൻഡ് മാരിറ്റൽ ഡിസ്പ്യൂട്ട്സിൻ്റെ സമയത്ത് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കേസിലും ഫോറൻസിക് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ളത്. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭരിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഭരണം എന്ന ഒരു ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഭരണം എന്നാണ് അർത്ഥം. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഭരണം, അതായത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ നടത്തിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ കൺട്രോളിങ് എങ്ങനെയാണ്, അതിൻ്റെ ഡയറക്റ്റിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫോറിൻ അക്കൗണ്ടൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾസ് വളരെ വീക്കായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് അവർക്ക് ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഫ്രോഡ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, മിസ്കണ്ടക്ട് നടത്തുന്ന ഒരുപാട്, അതായത് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് വെട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. നമുക്ക് തന്നെ തോന്നും നമ്മുടെ ബിസിനസ്സിൽ എന്താ ഇങ്ങനെ വേരിയേഷൻസ് ഒക്കെ വരുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് റൺ ചെയ്തിട്ട് നമ്മുടെ പ്രോഫിറ്റിനകത്ത് ഇത്രയും ഡിഫറൻസ് ഒക്കെ വരുന്നത് എന്താണെന്ന് നമുക്ക് ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോറൻസിക് അക്കൗണ്ടൻസിൻ്റെ ഹെൽപ്പ് ചെയ്യുക. അതായത് നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസിൽ എന്തെങ്കിലും, ഇന്റേണൽ കൺട്രോൾസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മുടെ മാനേജ്മെൻറ്റ് പ്രാക്ടീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഫ്രോഡ് നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്താണ്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യൽ മിസ്കണ്ടക്റ്റ് ഒക്കെ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടൻസ് എൻഹാൻസ് corporate governance by identifying weakness in internal controls, assessing risk management practices, and recommending improvements to prevent fraud and financial misconduct. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോറൻസിക് അക്കൗണ്ടൻസിൻ്റെ സേവനം നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസിന് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരുപാട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉള്ള സമയമല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിൻ്റെ എന്തെങ്കിലും ക്രൈം വരുവാണെങ്കിൽ അതിന് സൈബർ ക്രൈം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്രൈമിനും അത് കണ്ടുപിടിക്കാനും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. With the rise of digital transactions, forensic accountants play a key role in investigating cyber crimes. എങ്ങനെയാണ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? ദേ അനലൈസ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഡേറ്റ, ട്രാക്ക് unauthorized transactions, and collaborate with IT experts to secure digital evidence. ഇല്ലേ, ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്? ഡിജിറ്റലായിട്ടുള്ള കുറേ ഫിനാൻഷ്യൽ ഡേറ്റാസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ആ ഡിജിറ്റലായിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റ അനലൈസ് ചെയ്ത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് നന്നായിട്ടുള്ളൊരു IT എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി അവരോടൊപ്പം ചേർന്ന് ഡിജിറ്റലായിട്ടുള്ള എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യാറുണ്ട്. അതായത് ഡിജിറ്റലി നമുക്ക് എന്തെങ്കിലും ക്രൈം ചെയ്യുമ്പോൾ അതിന് എന്ത് തന്നെ വേണം? ഡിജിറ്റൽ എവിഡൻസ്. നമ്മൾ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പം അറിയത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? IT എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഫിനാൻഷ്യൽ ഡേറ്റ കളക്ട് ചെയ്ത് അവരുടെ അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ ട്രാക്ക് ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യും? എവിഡൻസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസ് പരമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ വരത്തില്ല. അതായത് മെർജറും അക്വിസിഷനും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എത്ര ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ കമ്പനിയുമായിട്ട് മെർജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഈ കമ്പനിക്ക് എത്ര വാല്യൂ ആണ് ഉള്ളത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫോറൻസിക് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ ഡ്യൂ diligence എന്ന് പറയുന്നത്. ഡ്യൂറിങ് mergers and acquisition,
Forensic accountants conduct financial due diligence to assess the target company's financial health, uncover potential risk and ensure accurate valuation. അതായത് പേ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയെ അക്വയർ ചെയ്യാൻ പോവാണ്. ആ സമയത്ത് ബി കമ്പനിക്ക് അവരുടെ ബി കമ്പനിയാണല്ലോ ടാർഗറ്റ് കമ്പനി, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, ആ കമ്പനിയെ നമ്മൾ അക്വയർ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ആ കമ്പനിക്ക് എന്തോരം വാല്യൂ ഉണ്ട് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജാഗ്രത പോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ എക്സ്പേർട്ട് വിറ്റ്നസ് സർവീസസ്. വിറ്റ്നസ് സാക്ഷിമൊഴി, അതിന് വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യാവുന്നതാണ്. ഫോറൻസിക് അക്കൗണ്ടൻസ് സെർവ് ആസ് എക്സ്പേർട്ട് വിറ്റ്നസ് ഇൻ കോർട്ട് കേസസ്, providing testimony based on their financial analysis. Their expertise help clarify complex financial issues for judges and juries. എന്താ എക്സ്പേർട്ട് വിറ്റ്നസ് സർവീസും അവർക്ക് പ്രൊവൈഡ് ചെയ്തത്. ഫോറൻസിക് അക്കൗണ്ടൻസ് ചില കോടതിയിലൊക്കെ വരുന്ന കേസിൻ്റെ സമയത്ത് അവർക്ക് വേണമെങ്കിൽ സ്വയം സാക്ഷിയായിട്ട് അവർ കണ്ടുപിടിച്ച, അവർ നടത്തിയ ഫിനാൻഷ്യൽ അനാലിസിസിനെ പറ്റിയും അതുവഴി അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫൈൻഡിങ്സിനെ പറ്റിയിട്ടും വേണമെങ്കിൽ അവർക്കൊരു മൊഴി കോടതിയിൽ നൽകാം. അവർക്ക് മൊഴിയായിട്ട്, അതായത് അവർക്ക് സാക്ഷിയായിട്ട് നിന്ന് മൊഴി നൽകാവുന്നതാണ്. ഇതുപോലുള്ള ചില കേസസിൽ നമ്മളൊരു പേപ്പറിൽ കൊണ്ടുവന്ന് ഇതൊക്കെ എഴുതി പിടിപ്പിച്ച് ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവച്ച് അല്ലെങ്കിൽ ജൂറീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് അവർക്ക് ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാവത്തില്ലായിരിക്കും, കാരണം അവർക്ക് നിയമം മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇതുപോലെ ഇവർ വന്ന് വിറ്റ്നസ്സായിട്ട് അവരവരുടെ ടെസ്റ്റിമോണി പറയുന്ന സമയത്ത് ജഡ്ജസിന് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക് അക്കൗണ്ടൻസിന് എക്സ്പേർട്ട് വിറ്റ്നസ് ആയിട്ടും അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. കാരണം അവർക്ക് അവരുടെ ടെസ്റ്റിമോണി ആയിട്ട് പറയാൻ പറ്റും അവർ നടത്തിയ അനാലിസിസിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എക്സ്പേർട്ട് വിറ്റ്നസ് സർവീസസും നമുക്ക് വിറ്റ്നസ് സർവീസസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അപ്ലൈ ചെയ്യാം, ഫോറൻസിക് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യാം. അടുത്തത് എംപ്ലോയി തെഫ്റ്റ് ആൻഡ് മിസ്കണ്ടക്ട്. ഇനി ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും നല്ലവരൊന്നും ആയിരിക്കത്തില്ലല്ലോ, അവരുടെ ഭാഗത്തു നിന്നും കള്ളത്തരങ്ങളും ഫ്രോഡും ഒക്കെ അവരും കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ഫോറൻസിക് അക്കൗണ്ടിങ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. Forensic accountants investigate cases of employee theft, misconduct, and financial irregularities within the organization. They identify the extent of the loss and recommend measures to prevent future incidents. അല്ലേ, ഫോറൻസിക് അക്കൗണ്ടൻസ് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലോ അവരെന്തെങ്കിലും മിസ്കണ്ടക്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിലോ അവരുടെ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ഒക്കെ അവർ വരുത്തിയിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറൻസിക് അക്കൗണ്ടൻസിന് ഈസി ആയിട്ട് പറ്റും. അവരത് കണ്ടുപിടിക്കും. അതിനുശേഷം അവർക്ക് ആ ഒരു എംപ്ലോയിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അവർ അങ്ങനെ ചെയ്തു, അതായത് അവരുടെ തെഫ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവർ മിസ്കണ്ടക്ട് ചെയ്തതുകൊണ്ട് മാത്രം ഇവർക്ക് എന്തോരം ലോസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് അവർക്ക് എടുക്കാൻ പറ്റും എന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാനും ഒക്കെ ഫോറൻസിക് അക്കൗണ്ടൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെയുള്ള കേസസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇത്രയൊക്കെ ലോസസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഇനി ഇതിങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പോൾ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എംപ്ലോയി തെഫ്റ്റ് ആൻഡ് മിസ്കണ്ടക്റ്റ്. അടുത്തത് എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഗവേണൻസ്. നമുക്ക് ബിസിനസ് കൊണ്ട് നമ്മുടെ ഫിനാൻസ് പരമായിട്ടുള്ള ഇഷ്യൂസ് മാത്രമല്ല ഉണ്ടാവുന്നത്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവും, സോഷ്യൽ ഗവേണൻസ് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അത് സാരമായി തന്നെ നമ്മൾ, അതായത് നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നതുകൊണ്ട് എൻവയോൺമെൻറ്റിനും സോഷ്യൽ ഗവേണൻസിനും ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അത് നമ്മളെ ബിസിനസ്സിനെയും ബാധിക്കും അല്ലേ. അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തിരിച്ചത് നമ്മളെ ബൂമറാങ് പോലെ ചിലപ്പോൾ നമുക്കും അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഫോറൻസിക് അക്കൗണ്ടൻസിൻ്റെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാം. ഫോറൻസിക് അക്കൗണ്ടൻസ് അസസ്സസ് ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ഇമ്പാക്റ്റ് related to the
എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഗവേണൻസ് ഇഷ്യൂസ്. എന്താ അവർ ചെയ്യുന്നത്? ഇങ്ങനെ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഇഷ്യൂസോ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസോ ഉണ്ടാവുകയാണെങ്കിൽ അതിന് എത്രത്തോളം ഇമ്പാക്റ്റ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറൻസിക് അക്കൗണ്ടൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഫിനാൻഷ്യൽ റിസ്ക് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പരിഹരിക്കാനും ഫോറൻസിക് അക്കൗണ്ടൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മറ്റൊരു ആപ്ലിക്കേഷനാണ് എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണെന്നുള്ളതും ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ കീ ആസ്പെക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും പറഞ്ഞു. താങ്ക് യു.